ഈ ഫ്രണ്ട്സ് ഈ കാണുന്നത് നമ്മുടെ വീട്ടിലെ 50 വാട്ട്സോളം എടുക്കുന്ന ഒരു ടേബിൾ ഫാൻ ആട്ടോ. സാധാരണ എ സിയിൽ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ടേബിൾ ഫാൻ തന്നെയാണ്. ഇത് ഏകദേശം 3-4 വർഷമായിട്ട് കേട് വന്നിട്ട് പൊടി പിടിച്ച് കട്ടിനടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ടേബിൾ ഫാനിനെ വെറും 26 വാട്ട്സ് എടുക്കുന്ന സോളാർ BLDC ടേബിൾ ഫാനായിട്ട് കൺവെർട്ട് ചെയ്യാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ടേബിൾ ഫാനിനെയും വാൾ ഫാനിനെയും സീലിംഗ് ഫാനൊക്കെ എങ്ങനെയാണ് BLDCയിലോട്ട് കൺവെർട്ട് ചെയ്യുന്നത്, അതിൻ്റെ കിറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, അത് ഏതൊക്കെ തരത്തിലുള്ള കിറ്റുകളുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കുകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്, താല്പര്യമുള്ളവർക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഈ ഒരു ടേബിൾ ഫാനെയാണ് നമ്മൾ BLDC കൺവെർഷൻ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് 24 വോൾട്ടിൻ്റെ BLDC ടേബിൾ ഫാനായിട്ട് കൺവെർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഈ ഒരു ഫാനിൻ്റെ മോട്ടോർ. ഈ ഒരു മോട്ടോറിന് ഇനി നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വയറെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഈ മോട്ടോറിനെ റീപ്ലേസ് ചെയ്യുകയാണ്. നമ്മളിതിന് പകരം നല്ല അടിപൊളി BLDC വാൾ ഫാൻ്റെയും ടേബിൾ ഫാൻ്റെയൊക്കെ മോട്ടോർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇനി ഈ ഒരു ഫാനിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു മോട്ടോറിനെ ഈ ഒരു ഫാനിൽ നിന്ന് ഊരിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള BLDC മോട്ടോർ. നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും ഈ ഒരു മോട്ടോറിനെ അപേക്ഷിച്ച് എത്രത്തോളം ചെറുതാണ് ആ ഒരു BLDC മോട്ടോറെന്ന്. ഇത് നമ്മുടെ അത്യാവശ്യം വെയിറ്റുള്ള മോട്ടോറാണ് ഈ ഒരു ഫാനിൽ വരുന്നത്. കണ്ടോ, ഇത് AC സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന സാധാരണ ഇൻഡക്ഷൻ മോട്ടറാണ്. ഇത് BLDC മോട്ടോറാണ്. കണ്ടോ, വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള മോട്ടോറാട്ടോ, വളരെ സ്മൂത്ത് റണ്ണിങ് ആണ്. ഇതെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും. ഈ ഒരു റോട്ടർ തിരിക്കുമ്പോൾ തന്നെ കണ്ടോ, ഈ ഒരു ഷാഫ്റ്റ് തിരിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഈ ഫാനിൽ നിന്നും മോട്ടോറിനെ വേർപ്പെടുത്തിയെടുക്കുമ്പോൾ ആ ഒരു മോട്ടോറിൻ്റെ ഷാഫ്റ്റ് വെച്ച ഭാഗത്ത് ഇത്തരത്തിൽ 2 വാഷർ നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഷർ ഒരു കാരണവശാലും നമ്മൾ കൈവിട്ട് കളയരുത്, ഇത് നമുക്ക് ആവശ്യം വരും. ഇനി നമ്മൾ മേടിച്ച BLDC മോട്ടോറിൻ്റെ ഷാഫ്റ്റ് ഈ ഒരു ഹോളിലോട്ട് ഇറക്കി വെക്കുന്ന സമയത്ത് ഇതെല്ലായ്പ്പോഴും അതിനകത്ത് കൊള്ളണം എന്നില്ല. അതായത് ഒരു പക്ഷേ ഈ ഒരു ഷാഫ്റ്റ് ആ ഒരു ഹോളിനെക്കാട്ടും വലുതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഹോളിൻ്റെ ഡയമീറ്റർ കുറച്ച് കൂട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്ക്രൂവും ആ ഒരു വാഷറും ശ്രദ്ധയോടുകൂടി മാറ്റി ഈ ഒരു സംഭവം മാത്രമായിട്ട് പുറത്തെടുക്കുക. എന്നിട്ട് ഒന്നുകിൽ റീം ചെയ്യുക അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്യുക. അത്തരത്തിൽ നമുക്ക് ഈ ഒരു ഹോളിൻ്റെ ഡയമീറ്റർ കുറച്ച് വർദ്ധിപ്പിക്കാൻ കഴിയും. അതായത് ഒരു 1 mm ആണ് നമുക്കിപ്പോൾ ഈ ഒരു ഡയമീറ്റർ കൂട്ടേണ്ടത്. കാരണം അത്രത്തോളം ടൈറ്റ് മാത്രമേ അതിനുള്ളൂ. എന്നാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഒരുപാട് ലൂസ് ആവാനുണ്ടെങ്കിൽ ഈ ഒരു മോട്ടോർ ഓസിലേഷൻ്റെ സമയത്തൊക്കെ ചില അപശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ഫാനിൻ്റെ പിറകുവശത്ത് ഈ ഒരു ടേബിൾ ഫാനിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വാട്ട്സ് എടുക്കുന്നുണ്ട്, അതിൻ്റെ ലീഫിൻ്റെ ലെങ്ത് എത്രയാണ്, അതുപോലെ എത്ര RPM ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിനി അതൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ഫാൻ ഓൾറെഡി കേട് വന്നതാണ്. നമ്മളതിനെ കംപ്ലീറ്റ് ആയിട്ട് പുതിയൊരു ഫാനായിട്ട് മാറ്റാനാണ് പോകുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഈ ഒരു ഫാൻ ഒറ്റയടിക്ക് കേട് വന്നല്ല കേട്ടോ. ഒരു വട്ടം കേട് വന്നു, അത് വീണ്ടും നമ്മൾ റിപ്പയർ ചെയ്തു, വീണ്ടും കേട് വന്നു, വീണ്ടും റിപ്പയർ ചെയ്തു. അത്തരത്തിൽ ഏകദേശം ഒരു 5-6 വർഷം ഉപയോഗിച്ച ഫാൻ തന്നെയാണ് ഈ ഒരു ഫാൻ. ഇനി നമുക്കത് BLDC ആയിട്ട് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കണക്ഷൻസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ പുതിയതായിട്ട് ഇതിലോട്ട് വെക്കാൻ പോകുന്ന BLDC മോട്ടോറിൽ നിന്നും വെറും 3 വയർ മാത്രമേ പുറത്തോട്ട് വരുന്നുള്ളൂ. അതിലൊന്ന് ഗ്രൗണ്ടാണ്, ഒരെണ്ണം 24 വോൾട്ട് DC ആണ്, മറ്റൊരെണ്ണം സ്പീഡ് സെലക്ടർ സ്വിച്ചിൽ ഘടിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്ററിലോട്ട് കൊടുക്കാനുള്ള സിഗ്നൽ ലൈനാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു റെസിസ്റ്റർ ഇതിലോട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് പറയാം. തൽക്കാലമായിട്ട് നമുക്ക് ഈ ഒരു വയർ കണക്ഷൻസൊക്കെ നമുക്ക് വേണ്ട 3 വയർ ഒഴികെ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആവശ്യമില്ലാത്ത വയറുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് കണക്ഷൻസ് ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു മോട്ടോർ വർക്കിംഗ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ മോട്ടോറിൽ നിന്ന് 3 വയറുകളാണ് പുറത്തോട്ട് വരുന്നത്. ഒരു ചുവന്ന കളറ്, മഞ്ഞ കളറ്, കറുത്ത കളറ്. ഈ ചുവപ്പ് കളറുള്ള വയർ നമ്മൾ നേരെ 24 വോൾട്ട് DCയുടെ പ്ലസ് ആയിട്ട് കൊടുക്കണം. ബ്ലാക്ക് കളർ വയർ ആ ഒരു SMPSൻ്റെ ഗ്രൗണ്ടായിട്ട് കൊടുക്കണം. പിന്നീട് വരുന്ന ആ യെല്ലോ കളർ വയർ ഈ ഒരു സ്പീഡ് സെലക്ടർ സ്വിച്ചിൽ നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്ന 3 റെസിസ്റ്ററുകളില്ലേ അതിലോട്ടുള്ള കോമൺ ലൈനാട്ടോ. അതേസമയം നമ്മുടെ SMPS ലൈനിലെ ഔട്ട്, അതായത് 24 വോൾട്ടിൻ്റെ പ്ലസ്, ഇത് നേരെ നമ്മുടെ സ്പീഡ് സെലക്ടർ സ്വിച്ചിലെ കോമണിലോട്ട് കൊടുക്കണം. അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഒരിക്കലും കണക്ഷൻ മാറിപ്പോകരുത്. നമ്മുടെ യെല്ലോ ലൈൻ കൊടുക്കേണ്ടത് ആ റെസിസ്റ്ററിൻ്റെ കോമണിലോട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ SMPSൻ്റെ പ്ലസ് കൊടുക്കേണ്ടത് നമ്മുടെ സ്പീഡ് സെലക്ടർ സ്വിച്ചിൻ്റെ കോമണിലോട്ടാണ്. അത് മാറിപ്പോകരുത്. നിങ്ങളിവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. 220 വോൾട്ട് AC സപ്ലൈ തന്നെയാണ് നമ്മുടെ SMPS യൂണിറ്റിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പഴയ ഫാനിൽ നിന്നും ഈ ഒരു മോട്ടോറിലോട്ട് വരുന്നപ്പോഴുള്ള വ്യത്യാസം, ഇത് പെട്ടെന്ന് തന്നെ ഹൈ RPMയിലോട്ട് ആയി മാറുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം കാത്തിരിക്കൊന്നും വേണ്ട. സ്വിച്ച് ഓണാക്കി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അത് ഹൈ സ്പീഡിലോട്ട്, മാക്സിമം സ്പീഡിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്ത് ഏത് സ്പീഡ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. അതിനാണ് നമ്മൾ 3 റെസിസ്റ്ററുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് സെക്കൻഡ് സ്പീഡ്. അപ്പോൾ ഇത്തരത്തിൽ ഇനിയിപ്പോൾ റെസിസ്റ്റർ നമ്മൾ സോൾഡർ ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാനും ഇത്തരത്തിൽ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു മോട്ടോറിനെ ഫാനിലോട്ട് ഫിറ്റ് ചെയ്യാം. മോട്ടോറിനെ ഫാനിലോട്ട് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ SMPSനെ നല്ല ഭദ്രമായിട്ട് ഒരു ഭാഗത്ത് വയ്ക്കണം.
ഇത് ടേബിൾ ഫാൻ ആയതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഈ ഒരു ഫാനിൻ്റെ SMBSനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരിക്കും. കാരണം ഈ SMBSനകത്ത് ഒരു റെഡ് കളർ ലൈറ്റ് ഉണ്ട്. ഈ ഒരു റെഡ് കളർ ലൈറ്റ് കത്തുന്ന സമയത്ത് ആ ഒരു ഫാനിൻ്റെ ആ ഒരു കോയിൽ പോലെയുള്ള ഭാഗം നല്ല രീതിയിൽ തന്നെ രാത്രി ലൈറ്റ് കത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ഒരു ഫാനിലോട്ട് മോട്ടോർ ഫിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഡയമീറ്റർ വർദ്ധിപ്പിച്ച ആ ഒരു പാർട്സ് എടുത്തിട്ടുണ്ട്. ആ ഒരു പാർട്ടിലോട്ടാണ് നമ്മുടെ ഈ ഒരു BLDC മോട്ടോറിൻ്റെ ഷാഫ്റ്റ് ഇത്തരത്തിൽ ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം 1 mm ആണ് അതിൻ്റെ ഡയമീറ്റർ കൂട്ടിയത്. അത് ഏകദേശം കറക്റ്റ് ആട്ടോ, കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് കൂടുതൽ ടൈറ്റും ഇല്ല, കൂടുതൽ ലൂസും ഇല്ല. ആ ഒരു ബുഷിങ് എഫക്റ്റ് അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓസിലേഷൻ്റെ സമയത്ത് അത്തരത്തിലുള്ള ശബ്ദങ്ങളും അപശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. കുറച്ച് ഒരു സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് ഇത്തിരി ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മോട്ടോറും ഏകദേശം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ല ഭംഗിയായിട്ട് ടാപ്പ് ചെയ്യണം, അതായത് ഇൻസുലേഷൻ ചെയ്യണം. ഇത് തമ്മിൽ ഷോർട്ടായ നമ്മുടെ ഈ ഒരു BLDC മോട്ടോർ കത്തിപ്പോക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു മോട്ടോർ നല്ല രീതിയിൽ തന്നെ ഓസിലേഷൻ ചെയ്യുന്നുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് സ്പീഡാട്ടോ ഇത്. നല്ല രീതിയിൽ തന്നെ ഓസിലേഷൻ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ കറങ്ങുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഹൈ RPMലോട്ട് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു സ്പീഡിലോട്ട് എത്താൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു സ്പീഡിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പെർഫോമൻസാണ്. മാത്രമല്ല നല്ല സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ റണ്ണിങ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു മോട്ടോറിൻ്റെ റണ്ണിങ്. മാത്രമല്ല നമ്മുടെ ഫിറ്റിങ്ങിൻ്റെ ആ ഒരു മേന്മ എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മൾ അത്തരത്തിലാണ് അതിൻ്റെ ബുഷിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി വെച്ചിരിക്കുന്നത്. കമ്പനി ഫിറ്റിംഗ് പോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ BLDC കൺവേർഷൻ ഏകദേശം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫാൻ ഓസിലേഷനും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ലീഫ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ BLDCയിലോട്ട് കൺവേർഷൻ കിറ്റ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത ടേബിൾ ഫാൻ ആയിക്കോട്ടെ, വാൾ ഫാൻ ആയിക്കോട്ടെ, അതിലുപയോഗിക്കുന്നത് ബനാന ലീഫാണ്. അതായത് ചെറിയ ലീഫ്. ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ BLDC കിറ്റുകളെ പരിചയപ്പെടുത്തിയ വീഡിയോയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബനാന ലീഫ് ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ വാട്ട്സ് മാത്രമേ ഈ ഒരു ഫാന് കൺസ്യൂം ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ നിലവിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പഴയ ലീഫ് തന്നെയാണ്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ യൂസ് ചെയ്തത് കേട്ടോ. ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മളിതിനെ ബനാന ലീഫിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് നല്ല പെർഫോമൻസ് ആട്ടോ തരുന്നത്, കണ്ടോ. നല്ല കാറ്റെന്ന് വെച്ചാൽ അടിപൊളി കാറ്റാണ് തരുന്നത്. മാത്രമല്ല ഈ ഒരു ലീഫ് ഫുൾ സ്പീഡിലോട്ട് എത്താൻ കുറച്ച് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിലൊരു സ്മൂത്ത് പെർഫോമൻസാണ് ഈ ഒരു ലീഫ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ബനാന ലീഫ് അല്ല എന്ന് കരുതിയിട്ട് ഇതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നൊന്നുമില്ല. പക്ഷേ എഫിഷ്യൻസി കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ കൂടുതൽ ലോഡ് വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും.